guys, welcome back to my channel. എല്ലാവർക്കും ഫുഡി ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡയറ്റിനെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും അറിയാം, നമുക്ക് ഫുഡ് നമ്മൾ രണ്ടായിട്ട് നിങ്ങൾ ഏത് ഫുഡ് ടൈപ്പാണ് ചൂസ് ചെയ്യുന്നത്, വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ അവർക്ക് ഇഷ്ടമുള്ള വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ എന്ന് പറയും, അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നോൺ വെജിറ്റേറിയൻ എന്ന് പറയും. പക്ഷേ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വെജിറ്റേറിയനിൽ തന്നെ 6 ടൈപ്പ് ഓഫ് വെജിറ്റേറിയൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അറിയാലോ, എല്ലാവർക്കും അറിയാം വെജിറ്റേറിയൻ ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാലാകാലങ്ങളായിട്ട് പല ആൾക്കാരും, ഞാൻ വെജിറ്റേറിയൻ ആണ്. പക്ഷേ ഞാൻ ഫുള്ളി വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ഞാൻ മുട്ട തനിയെ കഴിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ മുട്ട മിക്സ് ചെയ്ത് വെച്ച കേക്ക്, ബ്രെഡ്, ഐസ്ക്രീംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ വെജിറ്റേറിയൻസിൽ തന്നെ ഞാൻ ഡയറി പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. സോ ഇതൊക്കെ ആക്ച്വലി എല്ലാം ഓരോരോ കാറ്റഗറിയാണ് കേട്ടോ. അതിനെ തന്നെ നമുക്ക് 6 ഡിവിഷനായിട്ട് 6 ടൈപ്സ് ഓഫ് വെജിറ്റേറിയൻസ് ഉണ്ട് എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഏതൊക്കെയാണ് 6 ടൈപ്പ് ഓഫ് വെജിറ്റേറിയൻ ഡയറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോന്നിലും ഏതൊക്കെ ഫുഡുകളാണ് കഴിക്കുന്നത്, എന്തുകൊണ്ടാണ് ആ പേര് വിളിക്കുന്നത് എന്നെല്ലാം ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഈ പറയുന്ന വെജിറ്റേറിയൻസ് വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. അതിൽ ഒരു കാരണം എന്നെ പോലെയുള്ള ഒരു ജന്മനാ തന്നെ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ഇഷ്ടമുണ്ടാവുള്ളൂ, അങ്ങനെ ഫോളോ ചെയ്യുന്നവരുണ്ട്. രണ്ടാമത് എന്തെങ്കിലും റിലീജിയസ് ബേസിൽ വെജിറ്റേറിയൻസ് പണ്ട് തൊട്ടേ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു റീസൺ ഫോളോ ചെയ്യുന്നവരായിരിക്കും. തേർഡ് റീസൺ, റീസെൻ്റ്ലി അല്ലെങ്കിൽ ഇപ്പോൾ ആനിമൽ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യണ്ട എന്ന്, അവരെ ടോർച്ചർ ചെയ്യേണ്ട അല്ലെങ്കിൽ അവരുടെ മീറ്റ് കഴിക്കേണ്ട എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ട് വെജിറ്റേറിയൻസ് ആയവരുണ്ട്. ഫോർത്ത് റീസൺ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നോൺ വെജിറ്റേറിയൻ എന്ന് മാറി വെജിറ്റേറിയൻ ആയ ആൾക്കാരും ഉണ്ട്. അങ്ങനെ പല റീസൺസാണ് വെജിറ്റേറിയൻ ആവാൻ വേണ്ടിയിട്ടുള്ളത്. സോ ആദ്യത്തെ വെജിറ്റേറിയൻ ഡയറ്റ് എന്താണെന്ന് വെച്ചാൽ ലാക്ടോ ഓവോ വെജിറ്റേറിയൻ ഡയറ്റ്. ഇതിൽ ലാക്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കാണ്. ഇതൊരു ലാറ്റിൻ വേർഡാണ് കേട്ടോ. ലാക്ടോ എന്ന് പറയുന്നതും ഓവോ എന്ന് പറയുന്നതും ഒരു ലാറ്റിൻ വേർഡാണ്. അതിൽ ലാക്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്ക് എന്നും അല്ലെങ്കിൽ ഡയറി പ്രൊഡക്ട്സ് എന്നും, ഓവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ് എന്നും എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു പേരിൽ നിന്ന് ഹെഡ്ലൈൻ, ഈ ഒരു ടൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ഡയറ്റാണ് മെയിൻലി ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. കാരണം ഈ ഒരു ഡയറ്റ് പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു വെജിറ്റേറിയൻ പ്ലാൻ പ്രകാരം എന്താ പറയുക, ഇതിൽ ഡയറി പ്രൊഡക്ട്സ് കഴിക്കാം. പാല്, തൈര്, ചീസ്, വെണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാം. അതേമാതിരി മുട്ട കലർന്ന ആഹാരങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റും. അല്ലാതെയുള്ള നമ്മൾ വെജിറ്റേറിയൻസിൽ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം യൂസ് ചെയ്യും. ഇതാണല്ലോ മെയിൻലി ആൾക്കാരെ ഫോളോ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെയൊക്കെ ആ കാറ്റഗറിയിൽ പെടുത്താമെന്ന് തോന്നുന്നു. കാരണം ഞാൻ മുട്ട മുഴുവനായിട്ട് ഹോളായിട്ട് കഴിക്കുന്നില്ലെങ്കിലും മുട്ട അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം ഞാൻ കഴിക്കുന്നുണ്ട്. കേക്ക്സ്, പേസ്ട്രീസ്, ഐസ്ക്രീം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുട്ട, ഈവൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നമ്മുടെ നാടൻ പലഹാരം അച്ചപ്പം, ചില അച്ചപ്പങ്ങളിൽ മുട്ട അടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പം അതൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു എന്നെ ആ ഒരു കാറ്റഗറിയിൽ, ഞാൻ ഡയറി പ്രൊഡക്ട്സ് ഞാൻ ഇഷ്ടം പോലെ കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് പാല് ഭയങ്കര ഇഷ്ടമാണ്. പാല്, തൈര്, വെണ്ണ, ചീസ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ ലാക്ടോ ഓവോ വെജിറ്റേറിയൻ ഡയറ്റിൽ പെടുത്താമെന്ന് തോന്നുന്നു. ആ ഒരു കാറ്റഗറിയിൽ എന്നെ പെടുത്താമെന്ന് തോന്നുന്നുണ്ട്. രണ്ടാമത്തെ ലാക്ടോ വെജിറ്റേറിയൻ ഡയറ്റ്. ഈ പേരൊന്നും തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ലാക്ടോ വെജിറ്റേറിയൻ ഡയറ്റിൽ മുട്ട, മീൻ, ഇറച്ചി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കില്ല. പക്ഷേ ഡയറി പ്രൊഡക്ട്സ് യൂസ് ചെയ്യും. അതായത് ചീസ്, വെണ്ണ, തൈര്, മോര് അങ്ങനെയുള്ള കാര്യങ്ങൾ, പാലാണല്ലോ മെയിൻ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ മസ്റ്റായിട്ടും യൂസ് ചെയ്യും. ആ ഒരു ഡയറി പ്രൊഡക്ട്സ് ഒഴിവാക്കാതെ യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് ലാക്ടോ വെജിറ്റേറിയൻ ഡയറ്റ്. തേർഡ് വൺ, ഓവോ വെജിറ്റേറിയൻ ഡയറ്റ്. ഓവോ വെജിറ്റേറിയൻ ഡയറ്റിൽ അവർ ഫോളോ ചെയ്യുന്നത് പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ അവർ മുട്ടയുടെ പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അല്ലാതെ പച്ചക്കറികളും ഫ്രൂട്ട്സും അല്ലാതെ ഇതിൽ മുട്ടയാണ് അവർ മെയിൻലി കഴിക്കുന്നത്. ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അവർ എഗ് സ്ക്രാമ്പിളോ
അല്ലെങ്കിൽ അതായത് മുട്ട ചിക്കിയതോ അല്ലെങ്കിൽ ഓംലെറ്റോ അതൊക്കെ ആയിരിക്കും അവർ കഴിക്കുന്നുണ്ടാവുക. എന്തായാലും മുട്ട അവർക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷെ ബാക്കിയുള്ള പാല്, തൈര്, ചീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരെ കഴിക്കില്ല. അങ്ങനെയൊരു ഡയറ്റല്ല അവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ ഓവോ വെജിറ്റേറിയൻ ഡയറ്റ് എന്ന് വിളിക്കുന്നത്. മുട്ട കഴിക്കും. ഓക്കെ. 4ാമത്തെ ഫ്ലെക്സിറ്റേറിയൻ ഡയറ്റ്. ഫ്ലെക്സിറ്റേറിയൻ ഡയറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിലവർ മെജോറിറ്റി ആയിട്ടുള്ള ഭക്ഷണം അവർ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഡയറി പ്രൊഡക്ട്സ്, മുട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കില്ല. പക്ഷേ മെയിൻലി വെജിറ്റബിൾസും ഒക്കെയാണ്, പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡാണ് അവർ കഴിക്കുന്നത്. പക്ഷേ അവർ ചില സമയങ്ങളിൽ ചെറിയ എമൗണ്ടിൽ മീറ്റെല്ലാം കഴിക്കും. വളരെ ചെറിയ എമൗണ്ടിൽ അവർ ഇടയ്ക്ക് ഒന്ന് സ്വിച്ച് ചെയ്യും. അവരുടെ റെഗുലറായിട്ട് പോകുന്ന ഫുഡ് ഹാബിറ്റ്സിനെ അവർ ചെറുതായിട്ടൊന്ന് സ്വിച്ച് ചെയ്യും. അവരെയാണ് പറയുന്നത് ഫ്ലെക്സിറ്റേറിയൻ ഡയറ്റ് എന്നുള്ളത്. അതായത് മനസ്സിലായില്ലേ, 2 തോണിയിലും കലുവയ്ക്കുക എന്നുള്ള പരിപാടിയാണ് പറയുന്നത്. ഓക്കെ, അതാണ് 4ാമത്തെ ഫ്ലെക്സിറ്റേറിയൻ ഡയറ്റ്. 5ാമത്തെയാണ് പെസ്കറ്റേറിയൻ ഡയറ്റ്. പെസ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷാണ്. അപ്പം ഈ ഒരു വെജിറ്റേറിയൻ ഡയറ്റിൽ വരുന്നത് അവർ സാധാരണ വെജിറ്റേറിയൻസിൻ്റെ മാതിരി തന്നെ എന്താ പറയുക, വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം കഴിക്കും. പക്ഷെ അത് കൂടാതെ അവരുടെ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് ഫിഷും കൂടെ അവർ അതേമാതിരി ഫോക്കസ് ചെയ്യും. ഫിഷും കൂടെ കഴിക്കും. അപ്പം അങ്ങനെയുള്ളവരെയാണ് പെസ്കറ്റേറിയൻ ഡയറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പെസ്കറ്റേറിയൻ വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരെ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും സീസൈഡിൽ കടലോരത്ത് താമസിക്കുന്നവരൊക്കെ ആയിരിക്കും ഈ പെസ്കറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. കാരണം അവർക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് മീനാണ്. കടലിൽ നിന്ന് അല്ലെങ്കിൽ കായലിൽ നിന്ന് പിടിച്ച് കുക്ക് ചെയ്യുക, അതായിരിക്കും മെയിൻലി അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. 6ാമത്തെ വീഗൻ ഡയറ്റാണ്. വീഗൻ ഡയറ്റിനെ പറ്റിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ ഫുഡി ടോക്ക് ചെയ്തിട്ടുണ്ട്. വീഗൻ ഡയറ്റ് മാത്രമല്ല, അതുമാതിരി സാത്വിക് ഡയറ്റിനെ പറ്റിയിട്ടും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ മേലെ ഐക്കാർഡിൽ കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ സൈഡോ ആണ്. ഞാൻ എന്തായാലും ലിങ്ക് നിങ്ങൾക്ക് തെളിഞ്ഞു വരുമ്പോൾ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഗൻ ഡയറ്റിൽ അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഡയറി പ്രൊഡക്ട്സ് കഴിക്കില്ല, മുട്ട കഴിക്കില്ല, മീറ്റ്, ഫിഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കില്ല. മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നത് ആകെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇതിലവർ വേറെ, ഞാൻ പറഞ്ഞ പോലെ വേറെ ഒന്നും ആനിമൽ പ്രൊഡക്ട്സോ മീറ്റോ ഇങ്ങനെ ഒന്നും അവർ കഴിക്കില്ല. പാല്, ഡയറി പ്രൊഡക്ട്സ് പോലും കഴിക്കില്ല. പക്ഷേ എന്താണ് ഈ ഒരു വീഗൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്ട്സ് മാത്രമാണ് കഴിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഒരു പക്ഷേ അവർക്ക് വേണ്ട എല്ലാ മിനറൽസും വൈറ്റമിൻസും കിട്ടിയെന്ന് വരില്ല. അപ്പം അതിന് എക്സ്ട്രാ നമ്മൾ കുറച്ച് അതിൻ്റേതായ കുറച്ച് ടാബ്ലറ്റ്സ് കഴിക്കേണ്ടി വരുമായിരിക്കും. അപ്പം അതാണ് നമ്മൾ വീഗൻ ഡയറ്റിലുള്ളവർക്ക്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പെസ്കറ്റേറിയൻ ഡയറ്റിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഫിഷ് മാത്രം കഴിക്കുന്നതുകൊണ്ട് അവർക്ക് omega-3 ഫാറ്റി ആസിഡ്സ് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടോ. അങ്ങനെ ഒരു ഡിലേ വരില്ല. എല്ലാവർക്കും അറിയാമല്ലോ, വെജിറ്റേറിയൻ ഡയറ്റ്സ് ഫോളോ ചെയ്യുന്നവർക്ക് മെയിൻലി വരുന്ന പ്രശ്നം omega-3 ഫാറ്റി ആസിഡ്സ് മീനിൽ നിന്നും മാത്രം കിട്ടുന്നതാണ്. omega-3 ഫാറ്റി ആസിഡ് അത് കിട്ടാറില്ല. അതിൻ്റെ അതർ ഓപ്ഷനാണ് ഞാൻ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ചിയ സീഡും ഫ്ലാക്സ് സീഡും ഒക്കെ. അതിലാണ് omega-3 ഫാറ്റി ആസിഡ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഒരു 2 സംഭവങ്ങൾക്കും ഇത്രയും സ്ട്രെസ് ചെയ്തത്. ഒരുപാട് പേർക്ക് ഇപ്പോഴും സംശയമാണ് എന്താണ് ഫ്ലാക്സ് സീഡ്, ചിയ സീഡ് എന്നുള്ളതിനെ പറ്റിയിട്ട്. സോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ 2-3 പ്രാവശ്യം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ചിയ സീഡും ഫ്ലാക്സ് സീഡിനെയും പറ്റിയിട്ട്. നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അല്ലാതെ കോമൺ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ മേലെ ഐക്കാർഡിലോ കൊടുക്കാം. അല്ലെങ്കിൽ അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്, അതുപോയി കണ്ടു നോക്കിയാൽ മതി. ഓക്കെ. സോ ഈ ഒരു പെസ്കറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഇനി വേറെ ചിയ സീഡോ ഫ്ലാക്സ് സീഡിൻ്റെയോ ഒന്നും ആവശ്യമില്ല. മീൻ കഴിച്ചാൽ മതി. ഡെയിലി എല്ലാ ടൈപ്പ് ഓഫ് മീനും അവർ കഴിക്കും ഈ പെസ്കറ്റേറിയൻ ഡയറ്റുകാർ. അപ്പം ഇതൊക്കെയാണ് 6 ടൈപ്പ് ഓഫ് ഡയറ്റ്. കേൾക്കുമ്പോൾ ഭയങ്കര ഇതൊക്കെ കഴിക്കാനാണെങ്കിൽ എന്തിനാണ് വെജിറ്റേറിയൻ ഡയറ്റ് എന്ന് വിളിക്കണം, വെജിറ്റേറിയൻസ് എന്ന് വിളിക്കണോ എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ എന്താ ഇതൊരു ഫാക്റ്റാണ്, ഇതൊരു ഇൻഫർമേഷണൽ വീഡിയോ മാത്രമാണ്. അതങ്ങനെ മനസ്സിലെടുക്കുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.